ഞാൻ ഡോക്ടർ അലോക്, നൈൽ ഹോസ്പിറ്റൽ, കൈപ്പറമ്പ്, തൃശ്ശൂരിലെ നിയോനറ്റോളജിസ്റ്റാണ്. ഇന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വന്നിരിക്കുന്നത് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ സംബന്ധിച്ചാണ്. നമ്മുടെ പല മദേഴ്സും ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരു 3 മാസം 6 മാസം കഴിയുമ്പോൾ ജോലിയിൽ പ്രവേശിക്കേണ്ടതുണ്ട്. ആ സമയത്ത് എങ്ങനെയാണ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യേണ്ടതും അത് ബ്രസ്റ്റ് ഫീഡിങ് നിന്ന് പോകാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നും പലരും ചോദിക്കാറുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് നിൽക്കാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആരും 1 വയസ്സിന് താഴെ പശുമ്പാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള പൊടിപ്പാൽ ഡെഫിനറ്റായിട്ട് വേണം. അത് അതിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം കറക്റ്റായിട്ടുള്ള അനുപാതത്തിൽ നമ്മൾ കൊടുക്കേണ്ടതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ബോട്ടിൽ ഉപയോഗിക്കരുത്. ബോട്ടിൽ ഉപയോഗിക്കുമ്പോഴാണ് നിപ്പിൾ കൺഫ്യൂഷൻ വന്ന് ബ്രസ്റ്റ് ഫീഡിങ് പതുക്കെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സപ്പോസ് 6 മാസത്തിൽ അമ്മയ്ക്ക് ജോലിക്ക് പോകുന്നതായിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഏതെങ്കിലും ഒരു പൊടിപ്പാൽ വാങ്ങിക്കുക. 1-2 മാസം മുമ്പൊന്നും കൊടുത്ത് തുടങ്ങേണ്ട ആവശ്യമില്ല. 2-3 ദിവസം മുമ്പ് വേണമെങ്കിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ട്രയൽ കൊടുക്കാവുന്നതാണ്. അമ്മ നന്നായി പാൽ കുടിപ്പിച്ചതിന് ശേഷം ജോലിക്ക് പോവാം. ഒരു നേരത്തെ അടുത്ത നെക്സ്റ്റ് ഫീഡിൻ്റെ പാൽ വേണമെങ്കിൽ പിഴിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം. അത് പമ്പ് ഉപയോഗിച്ച് പിഴിയാം, അല്ലാതെയും പിഴിഞ്ഞ് നമുക്ക് വയ്ക്കാം. നമ്മൾ നോർമൽ റൂം ടെമ്പറേച്ചറിൽ വെക്കുകയാണെങ്കിൽ ഒരു 4 hours വെക്കാം. പരമാവധി ഒരു 2 to 3 hours ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ 24 hours വയ്ക്കാവുന്നതാണ്. ഗോകർണോ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കുറച്ചും കൂടി 6-7 മാസമൊക്കെ ആയി കഴിഞ്ഞാൽ ഗ്ലാസ്സിലോ കുട്ടിക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാരണവശാലും ബോട്ടിൽ ഉപയോഗിക്കരുത്. ബോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. പിന്നെ 6 മാസം ആകുമ്പോൾ നമുക്ക് വീനിങ് സ്റ്റാർട്ട് ചെയ്യാം. കുറുക്ക് രൂപത്തിലുള്ള ഫുഡ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു നേരം ആദ്യം കൊടുക്കുക, പിന്നെ 2 നേരം, പിന്നെ 3-4 നേരം വരെ കൊടുക്കാം. അപ്പോൾ അമ്മ ഒരു 9 മണിക്ക് 8 തൊട്ട് ഒരു 5 മണി വരെ ജോലി പോവുകയാണെങ്കിൽ 2 നേരം കുറുക്ക്, 2 നേരം ഈ പുറമേ നിന്നുള്ള പാൽപ്പൊടി ആയിട്ട് പോവുകയാണെങ്കിൽ ബാലൻസ് ചെയ്ത് പോവും. പിന്നെ വന്നതിന് ശേഷം ഫീഡ് ചെയ്യുക. നൈറ്റ് ഫീഡിങ് ഉള്ളിടത്തോളം ബ്രസ്റ്റ് മിൽക്ക് ഔട്ട്പുട്ട് നിലനിൽക്കുന്നതാണ്. അത് വിചാരിച്ച് നൈറ്റിൽ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് കൊടുക്കാൻ പാടില്ല. നൈറ്റിൽ ഭയങ്കരമായിട്ട് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി പകൽ പാൽ കുടിക്കുന്നത് ഇത്തിരി കുറഞ്ഞു വരും. കാരണം വയറിന് ഏതെങ്കിലും ഒരു സമയത്ത് ഇത്തിരി എങ്കിലും ഒരു റെസ്റ്റ് വേണ്ടേ, അത് കാരണം. അപ്പോൾ നൈറ്റ് ഫീഡിങ് വളരെ കൂടാത്ത വിധത്തിൽ കൊടുക്കുക. പിന്നെ അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് നിൽക്കാതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 2 വർഷം വരെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ പറ്റുന്നതാണ്.